അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വിശ്വാസമോടവൾ കൈകളിലേൽപ്പിച്ച ദൈവത്തെയും പരിച്ചില്ല. ഈ മരണത്താൽ വരുവാനിരിക്കുന്ന നിത്യമാകക്ഷയെ പ്രത്യാശിച്ച ആറാം സ്ഥലം. ഈശോയുടെ തിരുശരീരം മാതാവിന്റെ മടിയിൽ കിടക്കുന്നു. പരിശുദ്ധ വ്യാകുല മാതാവേ, പാപികളായ ഞങ്ങളെ പാപത്തിൽ നിന്നും പാപക്കെടുതികളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. യഹൂദരുടെ ഭയമുണ്ട്. യേശുവിന്റെ വയസ്സശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. ബലിവസ്തുവായി മാറിയ യേശുവിന്റെ ശരീരം അവർ വെച്ചുകൊടുത്തു. സ്നേഹാർദ്രമായ അമ്മയുടെ ഹൃദയം ദുഃഖത്താൽ കവിഞ്ഞൊഴുകി. പിള്ളക്കച്ചയിൽ ആദ്യമായി പൊതിഞ്ഞു സൂക്ഷിച്ച ഉണ്ണിയേശുവിന്റെ മൃദുലമായ ശരീരം അവസാനം മാതാവ് കൈകളിൽ സ്വീകരിച്ചു. ഔന്നത്യമായ ദൈവത്തിനല്ലാതെ വ്യാകുലമായ മാതൃകകൾ സമ്മതിയായി മഹത്തായ മാതൃകകൾ മനസ്സിലാക്കി പ്രവർത്തനം 10-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ജനം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ അനുഭവമാണ് ഓരോ വചന ശുശ്രൂഷകളിലും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഭൂവത്തേക്കരച്ചൻ ഈ അൽത്താരയിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ വിശീപുരം രൂപതയുടെ വികാരിച്ചന്റെ ആളാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കത്തീഡ്രൽ വികാരിയച്ഛൻ റെക്ടർസിന് കൂടിയാണ്. അങ്ങനെ ഒരുപാട്
രൂപതാ സംബന്ധമായ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായ കാര്യങ്ങളൊക്കെ അച്ഛൻ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വചനത്തിൽ തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന, വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തൂവത്തിങ്കൽ അച്ഛൻ. ആത്മാവിൽ നിറഞ്ഞ് വലിയ ആനന്ദത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി ഈ വചനവേദിയിലായിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ജെറുസലേം ബൈബിൾ കൺവെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുന്ന ഈ കൃപയുടെ സമയത്ത് തന്നെ ദൈവത്തിന്റെ വചനവുമായി ഈ അത്താരിയിലായിരിക്കുക എന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. സ്നേഹബഹുമാനപ്പെട്ട പട്ടത്തച്ഛനും ചുവച്ചനും കനാട്ടച്ചനും സിരച്ചനും മറ്റു വന്യവൈദികരെല്ലാം ഒരു വലിയൊരു ആത്മീയ കൂട്ടായ്മയാണ്. ലോക ചരിത്രത്തിന്റെ അടയാളമാണ്. കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവരിയിൽ എനിക്കും നിനക്കും വേണ്ടി നീ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയെന്ന് ചിന്തിക്കരുത്. ഈ ലോകത്തെ ഏക രക്ഷകനായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശനായി മരിച്ച് ഉത്ഥാനം ചെയ്തുവെങ്കിൽ അത് ഈശോ വരിക, രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കുക, ഇങ്ങനെ പറയണം: വാവാ യേശുനാഥ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സഭയിലേക്ക്, എന്റെ വ്യക്തി നിയോഗങ്ങളിലേക്ക്, എന്റെ പ്രാർത്ഥനകളിലേക്ക് നീ വരണമെന്ന് ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ നീട്ടി യേശുവേ എന്ന് വിളിച്ച് ഇതാ ഈശോ രണ്ട് കരങ്ങൾ ഈശോയെ